ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് കമ്പോണൻ്റ് ആണ്. ഇലക്ട്രോണിക്സ് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അറിഞ്ഞിരിക്കേണ്ട ചില കമ്പോണൻസ് ആണ്. നേരെ വീഡിയോയിലേക്ക്. നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ എന്തായാലും കമ്പോണൻസ് കൊടുത്തിട്ടായിരിക്കും ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത്. കാരണം കമ്പോണൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇലക്ട്രോണിക്സിൽ ഏതൊരു വർക്കും ചെയ്യാൻ പറ്റുള്ളൂ, ഏതൊരു കാര്യം പഠിക്കാനും പറ്റുള്ളൂ. കാരണം ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് തന്നെ കമ്പോണൻസ് ചേർന്നതാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള കമ്പോണൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റത്തെ ഏറ്റവും ആൾക്കാർ അറിയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്പോണൻറ്റ് തന്നെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ആണ് ഏറ്റവും ബേസിക് ആയിട്ട് ആദ്യം പഠിപ്പിക്കുന്ന ഒരു കമ്പോണൻറ്റ് പറയുന്നത്. ഈ ഒരു കമ്പോണൻറ്റിൻ്റെ ആ ഒരു പേരിൽ തന്നെയുണ്ട് ഈ ഒരു കമ്പോണൻറ്റിൻ്റെ സ്പെഷ്യൽ. അതായത് നമ്മുടെ കറണ്ടിനെ റെസിസ്റ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഏതൊരു ഇലക്ട്രോണിക്സ് ഡിവൈസ് എടുത്താലും ആ ഡിവൈസിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു കമ്പോണൻറ്റ് കാണാൻ പറ്റും. ഏതൊരു ചെറിയ ഡിവൈസ് എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു കമ്പോണൻറ്റ് അവിടെ നിന്ന് കാണാൻ പറ്റും. രണ്ടാമത്തെ കമ്പോണൻറ്റ് പറയുന്നത് കപ്പാസിറ്ററാണ്. കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ഇതിന് പല രീതിയിലുള്ള ഉപയോഗമുണ്ട്. നിങ്ങൾ ഇന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ഇലക്ട്രോണിക്സ് ഡിവൈസിലും നമ്മൾ ഈ ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ച് വരാറുണ്ട്. മൂന്നാമത്തെന്ന് പറയുന്നത് ഇൻഡക്ടറാണ്. ഇൻഡക്ടറും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ്. ഇൻഡക്ടർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡക്ടർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വേറൊരു പാർട്ടാണ് വേണം നമുക്ക് പറയാൻ പറ്റും ഇൻഡക്ടറിനെ. ഇൻഡക്ടറിൽ നമ്മൾ വൈദ്യുതി കടത്തി വിടുമ്പോൾ മാഗ്നറ്റിക് ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇൻഡക്ടറിൽ വരുന്നത്. ഇൻഡക്ടറിനെ കുറിച്ചിട്ട് എനിക്ക് മുമ്പ് പഠിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ അത്ര ഓർമ്മയില്ല എന്താണ് ശരിക്കും ഇൻഡക്ടർ എന്ന്. അപ്പോൾ അതാണ് മൂന്നാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. നാലാമത്തെന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതും അതേപോലെ തന്നെ ഏതൊരു ഇലക്ട്രോണിക്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും ഏതൊരു ചിപ്സെറ്റിനകത്തും വരുന്ന ഒരു കമ്പോണൻ്റാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. കാരണം ട്രാൻസിസ്റ്റർ ഇല്ലാതെ ഒരിക്കലും നമുക്കൊരു ഡിവൈസും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ സി പി യുൻ്റെ അകത്തൊക്കെ കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററാണുള്ളത്. കാരണം ഏറ്റവും ബേസിക്കായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിപ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചിപ്സെറ്റിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനും ട്രാൻസിസ്റ്ററാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു ഡിവൈസ് കൂടിയാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഡയോഡാണ്. ഡയോഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കറണ്ടിനെ ഒരു സൈഡിലേക്ക് മാത്രം പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയോഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ ചാർജർ, അതായത് മൊബൈലിൻ്റെ ചാർജർ, ലാപ്ടോപ്പിൻ്റെ ചാർജറിലൊക്കെ ഈ ഒരു ഡയോഡ് കാണാൻ പറ്റും. നമുക്ക് ഡയോഡ് ഡയറക്റ്റ് കാണാൻ പറ്റില്ല. ഡയോഡിൻ്റെ ഒരു സ്ട്രക്ചറിലെ രീതിയിലായിരിക്കും കാണാൻ പറ്റുക. ഇതാണ് ഡയോഡ് എന്ന് പറയുന്നത്. ഒരു സൈഡിലേക്ക് മാത്രമേ കറണ്ട് കടത്തി വിടുകയുള്ളൂ, ഓപ്പോസിറ്റിലേക്ക് കറണ്ട് കടത്തി വിടില്ല. ഇതിനുവേണ്ടിയാണ് നമ്മൾ ഡയോഡ് ഉപയോഗിക്കുന്നത്. ഇതിന് പല രീതിയിലുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഇതേപോലെ തന്നെ വേറെ കുറേ ഡിവൈസൊക്കെ ഉണ്ട്. നിങ്ങൾക്കതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതാണ് ഏറ്റവും ബേസിക്കായിട്ട് പഠിപ്പിക്കുന്ന ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകൾ.